അമേരിക്കൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടുണ്ടല്ലോ. യുദ്ധം ഇനി പ്രതീക്ഷിച്ച പോലെ നിൽക്കാനുള്ള സാധ്യതയില്ലെന്ന് തോന്നുന്നു. അതെ, ആ രീതിയിലേക്കൊക്കെ കണക്കുകൂട്ടലുകൾ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ F-15 യുദ്ധവിമാനത്തിനെ കുവൈറ്റിൽ ഉം. വെടിവെച്ചിട്ടു എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പൂർണ്ണ വിവരമൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ യുദ്ധവിമാനം തകർന്നു വീഴുന്നു. അതിൻ്റെ വിഷ്വലുകളുണ്ട്. യുദ്ധവിമാനം ഇങ്ങനെ ആകാശത്തൂടെ പറന്നു വരുന്ന യുദ്ധവിമാനത്തിന് പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാകുന്നു. അതിനെന്തോ വന്ന് ഹിറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ യുദ്ധവിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് തകർന്ന് വീഴുന്നതിൻ്റെ, അതായത് തീ പിടിച്ചുകൊണ്ട് താഴേക്ക് വട്ടം കറങ്ങി ഇങ്ങനെ വീഴുന്നതിൻ്റെ വിഷ്വലുകളാണ് പുറത്തു വന്നത്. ആ വന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ പൈലറ്റ് ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. ഉം. ഇജക്ട് സീറ്റ് അറിയാമല്ലോ, പൈലറ്റിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വിമാനത്തിലെ സംവിധാനമാണ് ഇജക്ട് സീറ്റ് എന്ന് പറയുന്നത്. ആ ഇജക്ട് സീറ്റ് ഉണ്ട്. അതിനൊരു പ്രത്യേക കേബിളുണ്ട്. അത് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ആ സീറ്റിൽ നിന്ന് പൊട്ടി ഒരു ജെറ്റായിട്ട് ഇത് പ്രവർത്തിക്കും. ഉം. ആ സീറ്റ് ജെറ്റായി പ്രവർത്തിച്ച് ഇതിൻ്റെ മൂടിയൊക്കെ ഇളകി തെറിച്ചതിന് ശേഷം ഈ സീറ്റോട് കൂടി ഇത് ഉയരത്തിലേക്ക് പറന്നു പോകും. ആ പറന്ന് പൊങ്ങിയതിന് ശേഷം ഇതിൻ്റെ പാരച്യൂട്ട് ഉം. ഓപ്പൺ ആവും. അപ്പോൾ ഈ സീറ്റ് ഇയാളിൽ നിന്ന് വേർപെടും. പാരച്യൂട്ടിലേക്ക് ഇയാൾ ഘടിപ്പിക്കപ്പെടും. എന്നിട്ടാണ് ഇയാൾ ധരിച്ചിരിക്കുന്ന ആ സ്യൂട്ട് ഉണ്ടല്ലോ, അത് പാരച്യൂട്ട് തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നേരെ ഈ ഉയർന്ന് ഈ സീറ്റ് വേർപെട്ട് വിമാനം വേറൊരു വഴിക്ക് പോയി, സീറ്റ് വേറൊരു വഴിക്ക് പോയി, ഇയാൾ പാരച്യൂട്ടിൽ താഴേക്ക് പറന്നിറങ്ങും. അങ്ങനെ ഈ അമേരിക്കൻ സൈനികൻ താഴേക്ക് പറന്നിറങ്ങി അവിടെ സുരക്ഷിതരാണ് എന്നുള്ളതാണ് പറയാൻ അതെ. കഴിയുന്ന ഒരു കാര്യം. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. അയാളുടെ ആരോഗ്യം എങ്ങനെയാണ്, അയാൾ ഇറങ്ങിയപ്പോൾ പരിക്കും പറ്റിയോ, സുരക്ഷിത സ്ഥാനത്താണോ ഇറങ്ങിയത്, അതോ ഈ തീപിടുത്തം ഉണ്ടായതിടത്തോ, ഇല്ലെങ്കിൽ അപകടം നടന്നിടത്തോ, ഇല്ലെങ്കിൽ ഈ പറയുന്ന സ്ഫോടനം നടത്തിടത്തോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളിലേക്കൊക്കെയാണ് വന്ന് വീഴുന്നതെങ്കിൽ, പാരച്യൂട്ടിൽ വന്ന് വീഴുകയാണെങ്കിലും മൃദുവായിട്ടൊന്നും അല്ലല്ലോ വന്നിറങ്ങുന്നത്. അതെ. വന്നിറങ്ങുന്നതിൻ്റെ ഒരു വേഗമുണ്ടല്ലോ. അപ്പോൾ ഈ അവശിഷ്ടങ്ങൾ തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങിന് പുറത്തേക്കാന്ന് വന്നിറങ്ങുന്നത് വല്ല കമ്പി എന്നാലും മതി, കുത്തി കയറി കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകും. അപ്പോൾ അങ്ങനെ സുരക്ഷിതമായിട്ടാണോ ഇറങ്ങിയത്, സ്ഫോടനം നടന്നിടത്താണോ, എവിടെയാണ് ഇറങ്ങിയത്, ഇല്ലെങ്കിൽ വല്ല ജലാശയത്തിലുമാണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ വലിയ തോതിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എല്ലാ ദേശീയ മാധ്യമങ്ങളും അത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ മീഡിയകളും അടക്കം ഇപ്പോൾ അതിൻ്റെ വിഷ്വലുകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇറാൻ അത് ക്ലെയിം ചെയ്യുക. ഇറാൻ പറയുകയാണ് ഉം. ഞങ്ങളാണ് ആ യുദ്ധവിമാനം വെടിവെച്ചിട്ടത്. അപ്പോൾ ഈ അങ്ങനെ ഒരു യുദ്ധവിമാനത്തെ, കുവൈറ്റിന് മുകളിൽ നിൽക്കുന്ന യുദ്ധവിമാനത്തെ ഇവർ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധം വേറൊരു തലത്തിലേക്ക് വേറെ പോലെ. തരത്തിലേക്ക് മാറും. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്ക് നേരെ ഉണ്ടായി 3 സൈനികർ, അമേരിക്കൻ സൈനികർ മരിച്ചിട്ടുണ്ട്. അതിന് പുറമെ യുദ്ധവിമാനം, ഒരു F-15 യുദ്ധവിമാനം തകർന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമില്ല. അപ്പോൾ യുദ്ധം വേറൊരു രീതിക്ക് മാറും. അവരുടെ അഭിമാനമാണ് ആ അതെ. തകർന്നു വീഴുന്നത്. അപ്പോൾ ഈ പറയുന്ന കുവൈറ്റിലാണ് ആക്രമണം നടന്നത് എന്നുള്ളതുകൊണ്ട് കുവൈറ്റിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്രമണമാണോ ഉണ്ടായെന്നുള്ള സംശയവും കൂടി വരുന്നുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത് കുവൈറ്റിലാണ് നടന്നിരിക്കുന്നത്. ഇറാൻ്റെ ഉം. മണ്ണിലാണെങ്കിൽ ഓക്കെ ശരി, ഇറാൻ ഇവിടെ തടിച്ചു എന്ന് പറയാം. പക്ഷേ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ഇറാൻ്റെ മിസൈൽ തന്നെ ആയിരിക്കാം വന്ന് പതിച്ചിരിക്കുക. അതല്ലാതെ ഈ മണ്ണിൽ നിന്ന് ഇവർക്ക് വേണ്ടിയിട്ട് മറ്റാരെങ്കിലും ഒരു ആയുധം പ്രയോഗിച്ചോ എന്നുള്ളൊരു സംശയവും കൂടി അവിടെ വരുന്നുണ്ട്. ഏതായാലും അതിൻ്റെയൊക്കെ സാധ്യതകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അതിനെപ്പറ്റി അനലൈസ് ചെയ്യുന്നുണ്ട്. എന്തായാലും F-15 എന്ന് പറയുന്ന അമേരിക്കൻ അഭിമാനമായ യുദ്ധവിമാനങ്ങളിലൊന്ന് തകർന്നു വീണിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. രാവിലെ B-2 ബോംബറുകൾ വന്ന് ബാലിസ്റ്റിക് കേന്ദ്രങ്ങൾ തകർത്തു. ഇറാൻ്റേത് തകർത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം തകർന്നു ഈ വീണിരിക്കുന്നത്. ഫോർമോസിലെ എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ അറ്റാക്ക് എന്ന് പറയുന്നതും അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതെ, അതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ IRGCയുടെ ആക്രമണ പദ്ധതികൾ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും ദിവസം നമ്മൾ എന്താ വിചാരിച്ചത്? ഏതാണ്ട് ഇസ്രയേലിൽ വലിയ 40 സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഉം. നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേലിൽ നിസ്സാരമായിട്ടുള്ള ഒരു ആക്രമണമല്ല ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേലിനും നല്ല അടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ തിരിച്ച് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രയേലിൽ എത്ര പേര് മരിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കണക്കില്ല. പാകിസ്ഥാനിൽ 23 പേര് മരിച്ചു. ഉം. 23 മരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ എംബസി ഇവർ ആക്രമിച്ചു. കല്ലും കട്ടയും കമ്പിയും വടിയൊക്കെ ആയിട്ട് അവർ വെടിവെച്ചു, സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇങ്ങനെ അരാജകമായ അരക്ഷിതമായ സംവിധാനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നടപ്പില്ല. ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടക്കാൻ പോകുന്നില്ല. എന്നാൽ പാകിസ്ഥാനേക്കാൾ രൂക്ഷമാകും ഇവിടുത്തെ സാഹചര്യം എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. യോഗിയെ മോദിയെയൊക്കെ ഭയമുള്ളത് കൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തനം നടത്താനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ വിമാനത്തിനെ സംബന്ധിച്ച്, ഇപ്പോൾ തകർന്നു വീണ അമേരിക്കൻ യുദ്ധവിമാനത്തെ സംബന്ധിച്ച് വലിയ സംശയങ്ങൾ പിന്നെയുമുണ്ട്. അതായത് ഇതൊരു കോമ്പാക്ട് മിഷനിലായിരുന്നു, ഉം. അതായത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലായിരുന്നു, അതോ മറ്റെന്തെങ്കിലും പരിശീലന പറക്കലിനോ നിരീക്ഷണത്തിൻ്റെ ആവശ്യത്തിനോ ആയിട്ട് ഉയർന്നു പറക്കവേ മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചു, അതായത് ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം വിമാനത്തിനകത്ത്,
അതായത് വിമാനത്തിൻ്റെ F-15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൂതനമായ പുതിയ വിമാനമൊന്നുമല്ല, ഏതാണ്ട് അത്യാവശ്യം പഴക്കമുള്ള വിമാനം തന്നെയാണ്. ഇപ്പോൾ B2 ബോംബർ പോലെയോ ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതാ F-22 റാപ്റ്റർ പോലെയോ ഒന്നുമുള്ള നൂതനമായ F-35 പോലെയൊക്കെയുള്ള അതിനൂതനമൊന്നുമല്ല, എങ്കിലും അമേരിക്കയുടെ പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളിലൊന്ന് തന്നെയാണ് F-15 എന്ന് പറയുന്നത്. അപ്പോൾ F-15 ഇത്തരത്തിൽ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടാണോ അത് തകർന്നത് എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. പരിശീലന പറക്കലായിരുന്നോ? അപ്പോൾ ഇത് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നുണ്ട്. ബഹുമുഖ യുദ്ധം വെസ്റ്റ് ഏഷ്യയിൽ തുറക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുകൂടി ഇതിനകത്ത് ഒരു ചർച്ച വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തു നിന്ന് തന്നെ ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ ഒരു സൈനിക കേന്ദ്രത്തിൽ നിന്നും അമേരിക്ക ഇറാനെ ആക്രമിച്ചിട്ടില്ല. ഇറാനെ അമേരിക്ക ആക്രമിച്ചത് മുഴുവൻ ഇസ്രയേലിൻ്റെ ബേസിൽ നിന്നുകൊണ്ടും പിന്നെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നുമാണ് മിസൈലുകൾ അയച്ചിട്ടുള്ളത്. പിന്നെ അവിടെ നിന്നാണ് യുദ്ധവിമാനങ്ങൾ പോയി ബോംബിട്ടതുമല്ല. അപ്പോൾ ഈ പറയുന്ന 12 അറബ് രാജ്യങ്ങളുള്ളതിൽ ഒരു അമേരിക്കൻ ബേസ് പോലും അവർ ഇറാനെ ആക്രമിക്കാൻ തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ എന്നിട്ടും ഇറാൻ തിരിച്ചാക്രമിക്കുന്നുണ്ട് ആ അതെ, രാജ്യങ്ങളെ. ആ രാജ്യങ്ങൾ ആക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ തന്നെ അറബ് രാജ്യങ്ങളുടെ ഒരു ബേസ് അമേരിക്ക ഉപയോഗിക്കുകയാണെങ്കിൽ അതൊട്ടും സുരക്ഷിതമാവില്ല, ഗുണകരമാവില്ല എന്നുള്ള ഒരു പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു. ആ രാജ്യങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞങ്ങളുടെ മണ്ണിൽ നിന്ന് ഇപ്പോൾ കുവൈറ്റോ ഖത്തറോ പറയാം, ഞങ്ങളുടെ മണ്ണിൽ നിന്ന് നിങ്ങൾ അവരെ അടിക്കണ്ട, ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യമില്ല എന്നവർ പറയുന്നത് പോലെ ഒരു നിലപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അമേരിക്ക യുദ്ധവിമാനങ്ങൾ കൊണ്ട് ആക്രമണം നടത്തുന്നു, മിസൈലുകൾ കൊണ്ട് ആക്രമണം നടത്തുന്നത്, അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. ഹോർമൂസ് കടലിടുക്കിൻ്റെ 2 ഭാഗവും അമേരിക്ക ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ വാർഷിപ്പുകൾ വലിയ രീതിയിൽ ഏതാണ്ട് 200-ലേറെ വാർഷിപ്പുകൾ, അകമ്പടി വന്ന വാർഷിപ്പുകൾ അടക്കം അവിടെ ഉണ്ട്. 3-4 സബ്മറൈനുകൾ ആ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഗുരുതരമായിട്ടുള്ള ആക്രമണം നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു നീക്കം ഹോർമൂസ് കടലിടുക്കിലേക്ക് ഇനിയും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാനെ കൂടുതൽ ആക്രമിച്ച് തരിപ്പണമാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കൂടി അമേരിക്ക കടക്കും, ഇസ്രായേൽ കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കാര്യം. അത് മാത്രവുമല്ല, നമ്മൾ ഇപ്പോൾ തുടങ്ങിയപ്പോൾ പ്രശ്നത്തിൽ ചോദിച്ചൊരു കാര്യമില്ലേ, ഇപ്പോൾ യുദ്ധം വ്യാപിക്കുമോ? യുദ്ധം വ്യാപിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 രാജ്യങ്ങൾ അതിന് ഒരു പക്ഷേ തയ്യാറെടുത്തേക്കും. കുവൈറ്റ്, ബഹ്റൈൻ, UAE ഈ 3 രാജ്യങ്ങൾ ഇറാനെ ചിലപ്പോൾ അധികം വൈകാതെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത്, ഒന്ന്, അമേരിക്കയുടെ ഫെസിലിറ്റികളെ ആക്രമിക്കുന്ന കൂട്ടത്തിൽ വലിയ വ്യാപക നഷ്ടമുണ്ടായിട്ടുള്ള 3 രാജ്യങ്ങൾ, ഒന്ന് കുവൈറ്റും ബഹ്റൈനും UAE ആണ്. UAE വാണിംഗ് പല രീതിയിൽ കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഞങ്ങളോട് ഈ സമീപനം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചും പ്രതികരിക്കേണ്ടി വരും എന്നുള്ളതാണ്. പ്രതിരോധ സംവിധാനങ്ങളുടെ ഫലത്തെയും അതിൻ്റെ ആവശ്യത്തെയും ഇപ്പോൾ ഈ നിമിഷത്തിൽ അറബ് രാജ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഇന്ത്യക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളോടുള്ള ഒരു താല്പര്യവും വന്നേക്കും. അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഈ 12 രാജ്യങ്ങളിലും അമേരിക്കയുടെ സ്റ്റേഷനുകളുള്ള സ്ഥലത്തെ മിലിറ്ററി ബേസുകൾ, ഡിഫൻസ് ബേസുകൾ ഉള്ളിടത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാണ് ഈ പൊട്ടിയിട്ടൊക്കെ അവശിഷ്ടങ്ങൾ വന്ന് വീണിട്ടൊക്കെ ഉണ്ടാകുന്ന പരിക്കുകളൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും ഇന്ത്യക്കകത്തേക്ക് വന്ന ഒന്നിൽ നിന്നും ആർക്കും പരിക്കുണ്ടായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യക്ക് നേർക്ക് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നടക്കുമ്പോൾ ഈ നടന്ന ആക്രമണങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ കൃത്യമായിട്ട് ഈ വ്യോമ പ്രതിരോധം ഫലപ്രദമായി ഉപയോഗിക്കുകയും അവരെ എറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും വലിയ അവശിഷ്ടങ്ങൾ വീണിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അത് കൂടുതലാണ് എന്നുള്ളതാണ്. നമ്മൾ പലതും പാകിസ്ഥാൻ അയച്ച പല ആയുധങ്ങളും അതിർത്തിക്ക് അപ്പുറത്ത് തന്നെ വെച്ച് നശിപ്പിച്ചായിരുന്നു, ഇല്ലെങ്കിൽ അതിർത്തി മേഖലയിൽ വെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ജനവാസ മേഖലയിൽ പൊട്ടിയത് പോലും അധികമൊന്നും വലിയ രീതിയിൽ വീണ് പരിക്കേൽക്കാനോ അങ്ങനത്തെ സാധ്യതകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ തന്നെ വാർഷിപ്പുകളടക്കം ആക്രമിച്ചു എന്ന് അവകാശപ്പെട്ടായിരുന്നു. പക്ഷേ അമേരിക്ക അത് നിരാകരിച്ചില്ല. ഞങ്ങളുടെ USS എബ്രഹാം ലിങ്കൻ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലെയിം ഉന്നയിച്ചായിരുന്നു. അതൊന്നും വാസ്തവമല്ല എന്ന് ഇറാൻ തന്നെ പറയുകയുണ്ട്. ഏതായാലും ഈ തരത്തിൽ അതിരൂക്ഷമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ബഹ്റിനും കുവൈറ്റും UAEയും അടക്കമുള്ള രാജ്യങ്ങൾ തിരിച്ചടിക്കാനുള്ള സാധ്യതയുമുണ്ട്. അമേരിക്കയുടെ F-15 തകർന്നിരിക്കുന്നു. അമേരിക്ക ഇനിയും മടിച്ചു നിൽക്കും അധിക കാലം എന്ന് നോക്കാൻ കഴിയില്ല.
കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് കടന്നേക്കും. അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇറാനിൽ ഒരു റെജീം ചേഞ്ചിന് പകരം ഇറാനിലുള്ള പോപ്പുലേഷൻ ചേഞ്ചിലേക്ക് ഇത് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമോ, ഇറാഖിൻ്റെ അവസ്ഥയാകുമോ, ജനങ്ങൾ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ട്. കാരണം സ്കൂളിന് മേലെ ബോംബിട്ടിട്ട് 100-100ഓളം കുട്ടികൾ മരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള വലിയ ആശങ്ക ലോക ജനതയ്ക്കുണ്ട്. കൂടുതൽ വൈരാഗ്യത്തോടു കൂടി ചുവന്ന കൊടിയൊക്കെ ഉയർത്തിയല്ലേ ഇറാൻ. അതെ അതെ അതെ. ഇറാൻ അവരുടെ ആസ്ഥാനത്തിന് മുകളിലാണ്. ഇറാനിലെ ജാംകാരൻ പള്ളിയുടെ മുകളിലാണ് ഈ ഒരു ചുവന്ന കൊടി ഉയർത്തിയിരിക്കുന്നത്. അത് ഇവരുടെ പ്രതികാരത്തിന്റെ പ്രതിഷേധം ഒക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നതിന്റെ ഒരു അടയാളമാണ് എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ ചുവപ്പ് കൊടി ഉയർത്തി, അപായക്കൊടി ഉയർത്തിയിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല, എവിടെയെങ്കിലും പോയി ഒളിച്ചോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കും എന്ന് പറയുന്ന ഒരു നിലപാടാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങുന്നുമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനായിട്ട് ആണ് ലഭിക്കേണ്ടത്. നിങ്ങൾ അതുകൊണ്ട് ദയവായി ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിനകത്തേക്ക് പ്രവേശിച്ച് ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ യഥാസമയത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഞങ്ങളുടെ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായമുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ആ അഭിപ്രായങ്ങൾ നിങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയണം.